റെയ്ഡ് പഠിച്ചു അല്ലേ, റെയ്ഡ് ടെക്നോളജി പഠിച്ചു. ആ റെയ്ഡിൽ തന്നെ എന്തൊക്കെ പഠിച്ചു നമ്മൾ? റെയ്ഡ് ഇംപ്ലിമെൻറ്റേഷൻസ്, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, ദെൻ റെയ്ഡ് അറേ കമ്പണൻസ്, റെയ്ഡ് ടെക്നിക്സ്, റെയ്ഡ് ലെവൽസ് ഒക്കെ പഠിച്ചു. ശരിക്കും ദിസ് RAID technology made an important contribution to enhancing storage performance and reliability. Okay, ഓരോ ബിസിനസ് ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻസിന് വേണ്ട റിക്വയർമെൻറ്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലൊക്കെ തന്നെയാണ് റെയ്ഡ്. ഓക്കെ, പക്ഷേ വീണ്ടും നമ്മളെന്ത് വന്നു? ടെക്നോളജീസ് ഇമ്പ്രൂവ് ആയി ഇപ്പോഴത്തെ ആപ്ലിക്കേഷൻസിന് അതിൻ്റെ പെർഫോമൻസ് റിക്വയർമെൻറ്റ്സ് ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റാണ്ടായി. ഓക്കെ, സോ അതിൻ്റെ ഈ ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ ആപ്ലിക്കേഷൻ ന്യൂ റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ന്യൂ ബ്രീഡ് ഓഫ് സ്റ്റോറേജ് സൊല്യൂഷൻസ് ആണ് ഇൻ്റലിജൻറ്റ് സ്റ്റോറേജ് സിസ്റ്റം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, നമ്മൾ എവല്യൂഷൻ ഓഫ് സ്റ്റോറേജ് സിസ്റ്റം പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് നോൺ ഇൻ്റലിജൻറ്റ് സ്റ്റോറേജ് സിസ്റ്റം ടു ഇൻ്റലിജൻറ്റ് സ്റ്റോറേജ് സിസ്റ്റം. ആ ഒരു കാര്യമാണ് അതിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി സെക്കൻഡ് മൊഡ്യൂളിൽ ബാക്കിയുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇൻ്റലിജൻറ്റ് സ്റ്റോറേജ് സിസ്റ്റം. ഓക്കെ, ഓക്കെ, അപ്പം okay, so intelligent storage systems are feature-rich RAID arrays that provide highly optimized I/O processing capabilities. Highly optimized I/O processing capabilities. ഏതൊരു ബിസിനസ് ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, ഡാറ്റ അവൈലബിലിറ്റി, ഡാറ്റ പ്രൊട്ടക്ഷൻ, അല്ലേ, സ്കേലബിലിറ്റി, ഇതൊക്കെ അത്യാവശ്യം തന്നെയാണ്. ഓക്കെ, സോ highly optimized I/O processing capabilities, intelligent storage system. Okay, then these storage systems are configured with a large amount of memory called cache and multiple I/O പാർട്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാഷ് ഉണ്ട്. ക്യാഷ് എന്തിനാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. സാധാരണ ഒരു സിസ്റ്റത്തിൽ എന്തിനാ ക്യാഷ്, അത് തന്നെയാണ് ഇവിടെയും ക്യാഷിൻ്റെ പെർഫോമൻസ്. ഓക്കെ, ടെമ്പററി സ്റ്റോറേജ്, ഓക്കെ, ആക്സിലറേഷന് വേണ്ടിയിട്ട്, സ്പീഡിന് വേണ്ടിയിട്ട്, ഓക്കെ, ഈസിലി ആക്സസിബിളിന് വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ and it use sophisticated algorithms to meet the requirements of performance sensitive applications. Okay, these arrays have an operating environment that intelligently and optimally handles the management, allocation and utilization of storage resources. It also supports for flash drives and other modern-day technologies such as virtual storage provisioning and automated storage tiering has added a new dimension to storage system performance, scalability and availability. Okay. നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ കമ്പണൻസ് ആണ്, ഇൻ്റലിജൻറ്റ് സ്റ്റോറേജ് സിസ്റ്റത്തിലെ കമ്പണൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു റെയ്ഡ് അറേ ഹോസ്റ്റിലേക്ക് കണക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു ഇൻ്റലിജൻറ്റ് സ്റ്റോറേജ് സിസ്റ്റവും ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റെയ്ഡ് അറേ ആയിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ ഉണ്ടാവുള്ളായിരുന്നു? റെയ്ഡ് കൺട്രോളറും ദെൻ എ നമ്പർ ഓഫ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സും, അല്ലേ. ദെൻ ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്? മിററിംഗ് ആണോ, പാരിറ്റി ആണോ, സ്ട്രിപ്പിംഗ് ആണോ യൂസ് ചെയ്യുന്നതെന്നനുസരിച്ചിട്ട് നമ്മുടെ റെയ്ഡ് കൺട്രോളർ ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻ്റലിജൻറ്റ് സ്റ്റോറേജ് സിസ്റ്റം ആണുള്ളത്. ഇവിടെ നമുക്കൊരു ഫ്രണ്ട് എൻഡ് ഉണ്ട്, ക്യാഷ്, ബാക്ക് എൻഡ്, ഫിസിക്കൽ ഡിസ്ക്, ഇങ്ങനെ 4 കമ്പോണൻസ് ആണ് ഉള്ളത്. ഏതൊക്കെ? ഫ്രണ്ട് എൻഡ്, ക്യാഷ്, ബാക്ക് എൻഡ്, ഫിസിക്കൽ ഡിസ്ക്. ഓക്കെ, അപ്പം ഈ ഒരു ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ് ISSൻ്റെ കേസിൽ. ഓക്കെ, അപ്പം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്റ്റെന്ന് ഒരു IO റിക്വസ്റ്റ് വരികയാണെങ്കിൽ അത് ആദ്യം തന്നെ നമ്മുടെ ഫ്രണ്ട് എൻഡിലേക്കായിരിക്കും വരാം. ഓക്കെ, ആ ഫ്രണ്ട് എൻഡ്
സോ ആ IO റിക്വസ്റ്റ് പിന്നെ പ്രോസസ്സ് ചെയ്യുന്നത് മീൻസ് ഫ്രണ്ട് എൻഡ്, ക്യാഷ്, ബാക്ക് എൻഡ്, ദെൻ ഫിസിക്കൽ ഡിസ്ക്. ഫിസിക്കൽ ഡിസ്കിലാണ് നമ്മൾ ഡാറ്റാസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം ആ ഒരു പ്രോസസ്സിങ് വരുന്നത് നമ്മുടെ ഹോസ്റ്റ് നിന്ന് IO റിസീവ് ചെയ്തു, IO റിക്വസ്റ്റ് റിസീവ് ചെയ്തു, ഫ്രണ്ട് എൻഡ് അത് പ്രോസസ്സ് ചെയ്തു, ദെൻ ക്യാഷ്, ദെൻ ബാക്ക് എൻഡ്, ദെൻ ഏത് ഡിസ്കിലാണോ എന്നുള്ളത് എടുക്കും. അതിനനുസരിച്ചിട്ട് നമ്മൾ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ നമുക്കിവിടെ ഒരു ക്യാഷ് ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് ഈ ഒരു IO റിക്വസ്റ്റ്, ഇപ്പോൾ ഒരു റീഡ് റിക്വസ്റ്റ് ആയിക്കോട്ടെ. ഓക്കെ, റീഡ് റിക്വസ്റ്റ് വന്നു, ഫ്രണ്ട് എൻഡ് പ്രോസസ്സ് ചെയ്തു, പിന്നെ ക്യാഷ് നോക്കുന്ന സമയത്ത് ആ പർട്ടിക്കുലർ ഡാറ്റ നമ്മുടെ ക്യാഷിലുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ആ ഡാറ്റ എടുത്ത് കൊടുക്കും, നമ്മൾ ഇങ്ങോട്ടേക്ക് പോകില്ല. മനസ്സിലായില്ലേ? സാധാരണ നമ്മുടെ ഒരു സിസ്റ്റത്തിൽ ക്യാഷ് എന്ത് ചെയ്യുന്നു അത് തന്നെ. ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ നിങ്ങളിവിടെ ഉണ്ടാ, കേൾക്കുന്നുണ്ടാ? ഹലോ, ഇനിയിപ്പോൾ ഓരോരുത്തരുടെ പേര് വിളിക്കണോ? അമൃത, അഭിലാഷ്, ബാക്കി എല്ലാവരും ഉണ്ടോ അവിടെ? ദിദിന. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ 4 കമ്പോണൻസ്? ഇൻ്റലിജൻസ് സ്റ്റോറേജ് സിസ്റ്റത്തിലെ 4 കമ്പോണൻസ് ഏതൊക്കെയാണ്? പറയൂ, കമൻറ്റ് ചെയ്യൂ. ഏതൊക്കെയാ? നാല് കമ്പോണൻസ് ഏതൊക്കെയാ? അഭിലാഷേ, ജാസിം, എന്താ ഫജർ? ഓക്കെ, എന്താ ഇപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞേ? ISSലെ 4 കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ് ആ കമ്പോണൻസ്? പറയൂ. ടൈപ്പിംഗ് മിസ്റ്റേക്കോ? നമ്മുടെ 4 കമ്പോണൻസ് ഏതൊക്കെയാണ് ISSലെ? ഇൻ്റലിജൻസ് സ്റ്റോറേജ് സിസ്റ്റം ഏതൊക്കെയാണ് 4 കമ്പോണൻസ്? ഇത്രയും നേരം ഞാൻ ആരോടാ അതൊക്കെ പറഞ്ഞത്? അമൃത. ഫ്രണ്ട് എൻഡ്, ക്യാഷ്, ബാക്ക് എൻഡ്, ഫിസിക്കൽ ഡിസ്ക്. ഓക്കെ ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ISSലെ 4 കമ്പോണൻസ് ആണ് എന്തൊക്കെ? ഫ്രണ്ട് എൻഡ്, ക്യാഷ്, ബാക്ക് എൻഡ്, ഫിസിക്കൽ ഡിസ്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിസിക്കൽ ഡിസ്കിലാണ് എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ക്യാഷ് നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു ടെമ്പററി സ്റ്റോറേജ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ ഹോസ്റ്റ് കൊടുക്കുന്ന IO റിക്വസ്റ്റ് ഏതെങ്കിലും ആ ഒരു പർട്ടിക്കുലർ ഡാറ്റ നമുക്ക് ക്യാഷിലുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ആ പ്രോസസ്സ് കൊടുക്കാം അല്ലേ. ഇവിടെ നിന്ന് തന്നെ ആ ഡാറ്റ ഹോസ്റ്റ് റിക്വസ്റ്റ് ചെയ്ത ഡാറ്റ നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ മോഡേൺ ഇൻ്റലിജൻസ് സ്റ്റോറേജ് സിസ്റ്റത്തിൽ ഈ ഫ്രണ്ട് ആൻഡ്, ക്യാഷ് ആൻഡ് ബാക്ക് ആൻഡ് ആർ ടിപ്പിക്കലി ഇൻ്റഗ്രേറ്റഡ് ഓൺ എ സിംഗിൾ ബോർഡ്. ഓക്കെ, ഇപ്പോൾ മോഡേൺ ഇൻ്റലിജൻസ് സിസ്റ്റത്തിലേക്ക് ഈ 3 കാര്യങ്ങൾ ഫ്രണ്ട് ആൻഡ്, ക്യാഷ്, ബാക്ക് ആൻഡ് ഒക്കെ ഒരു സിംഗിൾ ബോർഡായിട്ട് കാണിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ് റെഫേർഡ് ടു ആസ് എ സ്റ്റോറേജ് പ്രോസസ്സർ ഓർ സ്റ്റോറേജ് കൺട്രോളർ. ഓക്കെ, ആൻഡ് ഹോസ്റ്റും ഇൻ്റലിജൻസ് സ്റ്റോറേജ് സിസ്റ്റവും ഒരു സ്റ്റോറേജ് നെറ്റ്വർക്കിലൂടെയാണ് കണക്ടിവിറ്റി. നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ കണക്ടിവിറ്റി? പഠിച്ചിട്ടുണ്ടോ? കണക്ടിവിറ്റി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയാണ്? ഏത് മൊഡ്യൂളിലാണ് പഠിച്ചിട്ടുള്ളത്? മൊഡ്യൂൾ 1 അല്ലേ? എന്തായിരുന്നു? ഡാറ്റാ സെൻറ്റർ അല്ലേ, കോർ എലമെൻറ്റ്സ് ഓഫ് ഡാറ്റാ സെൻറ്റർ ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ. അത് ആ കണക്ടിവിറ്റിയിൽ പിന്നെയും നമ്മൾ കണ്ടു ഫിസിക്കൽ ആൻഡ് ലോജിക്കൽ അല്ലേ. ഫിസിക്കൽ കണക്ടിവിറ്റിയിൽ എന്തൊക്കെ വന്നു? പോർട്സ്, കേബിൾ അല്ലേ, ഹോസ്റ്റ് അഡാപ്റ്റർ, ഹോസ്റ്റ് ബസ് അഡാപ്റ്റർ അല്ലേ, ദെൻ
പ്രോട്ടോക്കോളിൽ ലോജിക്കലിൽ പ്രോട്ടോക്കോളിൽ എന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? സാറ്റ അല്ലേ, എഫ് സി സാറ്റ, എസ് സി എസ് ഐ അല്ലേ? ഓക്കെ, അപ്പോൾ നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഇൻ്റലിജൻസ് സ്റ്റോറേജ് സിസ്റ്റം ഇനി ഫ്രണ്ട് ആൻഡ് ക്യാഷ്, ബാക്ക് ആൻഡ് ഫിസിക്കൽ ഡിസ്ക്, ഇതിനൊക്കെ കുറിച്ചിട്ട് നമ്മൾ കാണാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് ആൻഡ് എന്ന് പറയുന്ന സമയത്ത് തന്നെ അവിടെ ഫ്രണ്ട് പോർട്സും ഉണ്ട്, ഫ്രണ്ട് ആൻഡ് കൺട്രോളറും ഉണ്ട്. ഓക്കെ, ഫ്രണ്ട് ആൻഡ് ഇറ്റ് ആക്ട് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ സ്റ്റോറേജ് സിസ്റ്റം ആൻഡ് ദ ഹോസ്റ്റ്. ഓക്കെ, ഇതിൽ രണ്ട് കമ്പോണൻസ് ആണുള്ളത്, ഫ്രണ്ട് ആൻഡ് പോർട്സ്, ദെൻ ഫ്രണ്ട് ആൻഡ് കൺട്രോളേഴ്സ്. ഫ്രണ്ട് ആൻഡ് പോർട്സ് എന്തിനായിരിക്കും? ടു കണക്ട് ഹോസ്റ്റ്. ഓക്കെ, മൾട്ടിപ്പിൾ ഹോസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ, ദെൻ ഫ്രണ്ട് ആൻഡ് കൺട്രോളർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എന്തിനായിരിക്കും ഫ്രണ്ട് ആൻഡ് കൺട്രോളർ? നേരത്തെ തന്നെ പറഞ്ഞു, ഒരു IO റിക്വസ്റ്റ് വരികയാണെങ്കിൽ ആദ്യം ഫ്രണ്ട് ആൻഡ് പ്രോസസ്സ് ചെയ്യും, ദെൻ ക്രാഷ്, ദെൻ ബാക്ക് എൻഡ്, പിന്നെയാണ് ഫിസിക്കൽ ഡിസ്കിലേക്ക് പോകുന്നത് അല്ലേ? അപ്പോൾ ഈ ഫ്രണ്ട് ആൻഡ് കൺട്രോളർ ആണ് എന്ത് ചെയ്യുന്നത്? ഇറ്റ് റൂട്ട് ഡാറ്റ ടു ആൻഡ് ഫ്രം ക്യാഷ് വയ ദ ഇന്റേണൽ ബസ്. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഫ്രണ്ട് ആൻഡ് കൺട്രോളേഴ്സ് ആണ് റൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഡാറ്റ ടു ആൻഡ് ഫ്രം ക്യാഷ്. ഓക്കെ, ഇനിയിപ്പോൾ റൈറ്റ് ഡാറ്റ ആണെങ്കിൽ, ഇപ്പോൾ റൈറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ആണ് ഹോസ്റ്റിൽ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ക്യാഷ് നമ്മൾ റിസീവ് ചെയ്തു. ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് ആ ഒരു ഡാറ്റ ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ആൻഡ് കൺട്രോൾ എന്ത് ചെയ്യും? ഒരു അക്നോളജ്മെൻറ്റ് മെസ്സേജ്, ഇറ്റ് പാസസ് ആൻ അക്നോളജ്മെൻറ്റ് മെസ്സേജ് ബാക്ക് ടു ദി ഹോസ്റ്റ്. ഓക്കെ, സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? കമൻറ്റ് ചെയ്തേ. ഹലോ, അത്ര വലുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഫ്രണ്ട് ആൻഡ് കൺട്രോളർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തൊക്കെയാണ് ഫ്രണ്ട് ആൻഡ് എന്ന് പറയുന്നത് തന്നെ? എന്താണ്? ആക്ട് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ സ്റ്റോറേജ് സിസ്റ്റം ആൻഡ് ഹോസ്റ്റ്. ഇറ്റ് ഹാസ് ടു കമ്പോണൻസ്, ഫ്രണ്ട് ആൻഡ് കൺട്രോളർ ആൻഡ് ഫ്രണ്ട് ആൻഡ് പോർട്സ്. പോർട്ട് എന്തിനാണ്? ടു കണക്ട് ഹോസ്റ്റ്. ആൻഡ് കൺട്രോളർ എന്ന് പറയുന്നത് ഇറ്റ് റൂട്ട് ഡാറ്റ ടു ആൻഡ് ഫ്രം ക്യാഷ് യൂസിങ് ത്രൂ ഇന്റേണൽ ബസ്. ഓക്കെ, ദെൻ അടുത്തത് നമ്മുടെ ക്യാഷ്. എന്തിനായിരിക്കും ക്യാഷ് യൂസ് ചെയ്യുന്നുണ്ടാവുക? ക്യാഷ് എന്തിനാ യൂസ് ചെയ്യുന്നുണ്ടാവുക? It is a semiconductor memory where data is placed temporarily to reduce the time required to service IO requests from the host. അല്ലേ? ആണോ സെമികണ്ടക്ടർ മെമ്മറി? ഇതിങ്ങനെ പറയണോ? ക്യാഷ് അറിയില്ലേ എല്ലാവർക്കും? ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാഷിലുള്ള ഒരു ഡാറ്റയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫിസിക്കൽ ഡിസ്കിൽ വരുന്ന എന്താ റിസ്ക്, റൊട്ടേഷൻ ടൈം, ഡിലേ ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലേ? ആക്സസിങ് cache management algorithm includes least recently used algorithm and most recently used algorithm. ഇത് രണ്ടും അറിയാവുന്ന തന്നെ അല്ലേ? ഹലോ, LRU MRU അറിയാവുന്നതല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ബാക്ക് എൻഡ് ആണ്. ബാക്ക് എൻഡ് എന്തായിരിക്കും? ഇൻ്റർഫേസ് ബിറ്റ്വീൻ ക്യാഷ് ആൻഡ് ഫിസിക്കൽ ഡിസ്ക്. ഓക്കെ, ഫ്രണ്ട് എൻഡിൽ പോലെ തന്നെ it has two components, backend ports and backend controllers. Okay, backend ports എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക? സ്റ്റോറേജ്, ഫിസിക്കൽ ഡിസ്കുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? ആൻഡ് ബാക്കൻഡ് കൺട്രോളേഴ്സ് എന്താ ചെയ്യുന്നത്? ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ദ ഡിസ്ക് വെൻ പെർഫോമിംഗ് റീഡ് ആൻഡ് റൈറ്റ്. ഓക്കെ,
ശരിക്കും ഈ ബാക്ക് ആൻഡ് കൺട്രോൾസ് ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ക്യാഷ് ആൻഡ് ഫിസിക്കൽ ഡിസ്ക്. ഓക്കെ, ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ബാക്ക് എൻഡിലും ഒരു ടെമ്പററി ഡാറ്റ സ്റ്റോറേജ് ഉണ്ട്. ലിമിറ്റഡ് ആണ് കേട്ടോ, ഒരുപാടൊന്നുമില്ല, ലിമിറ്റഡ് ആണ്. Okay, it also provides additional but limited temporary data storage and controls data transfer between cache and the physical disk. Okay, അതുപോലെ തന്നെ നമുക്ക് backend controller, it provide error detection and correction along with the rail functionality. Rate. Okay, അപ്പോൾ നമ്മൾ ബാക്ക് എൻഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള അൽഗോരിതംസ് ആണ് അത് ചെയ്യുന്നത്. ഓക്കെ, algorithms implemented on backend controllers provide data error correction, error detection and correction. Error detection and correction along with rate functionality. Okay. Then അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫിസിക്കൽ ഡിസ്ക് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? To provide persistent data storage. Okay. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് modern intelligent storage system provides support to a variety of disk drives with different speeds and types such as FC, SATA, SAS and flash drives. എന്തൊക്കെയാണ് ഈ FC, SATA, SAS and flash drives? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയാണ് കേട്ടിട്ടുള്ളത്? ഹലോ, ഇവിടെ ആരും ഇല്ലേ? അർജുൻ, അറ്റൻഡൻസ് എടുക്കാം. അഭിലാഷ്, അഭിനവ്, absent. Answer, Anushree, absent. Arjun, Ashwin, Atul Dinesh, Atul Satyapal, Fabina, absent. Fajar, Jasim, Dilaj, Rutula, Jasil, Ramesh, Sharat, absent. Sarka, absent. Shapna, absent. Shapna, okay. ഷപ്ന. സൗരഭ് ഉണ്ടോ? ഓക്കെ. ശ്രീരാജ്, ഓക്കെ. സുബിൻ രാജ്, വിഷ്ണു, അമൃത, അശ്വതി,
അശ്വതി, മിസ്റ്റർ പ്രസിഡന്റ് അത് മെസ്സേജ് സെൻഡ് ആവുന്നില്ല. ലീന, ഹരിത, ഓക്കെ, അമൽ. ഓക്കെ, അപ്പോൾ ഈ 4 കമ്പോണൻസ് ഓഫ് ISS മനസ്സിലായിട്ടുണ്ടോ? സ്റ്റോറേജ് സിസ്റ്റം എന്തൊക്കെയാണ് 4 കമ്പോണൻസ്? ഫ്രണ്ട് ആൻഡ്, ക്യാഷ്, ബാക്ക് ആൻഡ്, ഫിസിക്കൽ ഡെസ്ക് അല്ലേ? ആണോ? ഓക്കെ, അതിൽ ഫിസിക്കൽ ഡെസ്ക് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. അവിടെ നമ്മൾ കണ്ടു FC, SATA, SAS ആൻഡ് ഫ്ലാഷ് ഡ്രൈവ്സ്. ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹലോ, കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ട്. ഓക്കെ, ഉണ്ട്. എവിടെയാണ് കണ്ടിട്ടുള്ളത്? എവിടെയാണ് കണ്ടിട്ടുള്ളത്? ഓർമ്മയുണ്ടോ? FC എന്താണ് സംഭവം? കണക്ടിവിറ്റി. ഓക്കെ, കണക്ടിവിറ്റിയിലെ പ്രോട്ടോകോൾസ് അതിൽ വരുന്നതാണ്. ഓക്കെ, ലോജിക്കൽ കണക്ടിവിറ്റി അല്ലെങ്കിൽ ഡിസ്ക് ഡ്രൈവ് ഇൻ്റർഫേസ് അതിൽ വരുന്ന കാര്യങ്ങളാണിത്. ഓക്കെ, FC ഫൈബർ ചാനൽ. സാറ്റ എന്തായിരുന്നു? സീരിയൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെൻറ്റ്. SAS സംഭവം എന്തായിരുന്നു? SCSI, സീരിയൽ അറ്റാച്ച്ഡ് SCSI. SCSI എന്ന് പറയുന്നത് സ്മാർട്ട് കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ് ആൻഡ് ഫ്ലാഷ് ഡ്രൈവ്സ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കണക്ടിവിറ്റിയിൽ പ്രോട്ടോകോൾസിൽ ലോജിക്കൽ കണക്ടിവിറ്റിയിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ഫിസിക്കൽ ഡെസ്ക് സിംപ്ലി യൂസ്ഡ് ഫോർ ഡാറ്റ സ്റ്റോറേജ്. ഓക്കെ, അപ്പോൾ ഈ 4 കമ്പോണൻസ് ഫ്രണ്ട് ആൻഡ്, ക്യാഷ്, ബാക്ക് ആൻഡ്, ഫിസിക്കൽ ഡെസ്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ സ്റ്റോറേജ് പ്രൊവിഷനിങ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൂടിയുണ്ട്. സ്റ്റോറേജ് പ്രൊവിഷനിങ്. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അസൈനിങ് സ്റ്റോറേജ് റിസോഴ്സസ് ടു ഹോസ്റ്റ് based on capacity, availability and performance requirements of applications in the host. Okay, അപ്പം ഹോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോറേജ് റിസോഴ്സസ് അസൈൻ ചെയ്യുന്നതാണ് സ്റ്റോറേജ് പ്രൊവിഷനിങ്. ഓക്കെ, അപ്പോൾ അത് അസൈൻ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മുടെ ആപ്ലിക്കേഷൻസ്, ഹോസ്റ്റിൽ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൻ്റെ റിക്വയർമെൻറ്റ്സ്, പെർഫോമൻസ്, അവൈലബിലിറ്റി, കപ്പാസിറ്റി റിക്വയർമെൻറ്റ്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോറേജ് റിസോഴ്സസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? സ്റ്റോറേജ് പ്രൊവിഷനിങ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഇൻ 2 ways, ട്രഡീഷണൽ ആൻഡ് വെർച്വൽ. ഓക്കെ, ട്രഡീഷണൽ ആയിട്ടും നമ്മൾ ഈ സ്റ്റോറേജ് റിസോഴ്സസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, വെർച്വലായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറേജ് പ്രൊവിഷനിങ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ISSൻ്റെ ഇൻ്റലിജൻസ് സ്റ്റോറേജ് സിസ്റ്റത്തിൻ്റെ ഈ ഒരു ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്, കമ്പോണൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ? റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which are the components of a disk drive? Explain. എന്തൊക്കെയായിരുന്നു? പ്ലാറ്റർ, സ്പിൻഡിൽ, കൺട്രോളർ, ആക്ച്വേറ്റർ, ആം അസംബ്ലി അല്ലേ? ആണോ? റീഡ് ഓർ റൈറ്റ് ഹെഡ് റൂം അല്ലേ? ദെൻ 10 മാർക്കിനാണ് അത് ചോദിച്ചിട്ടുള്ളത്. ദെൻ എക്സ്പ്ലെയിൻ ദ കമ്പോണൻസ് ഓഫ് എ ഇൻ്റലിജൻസ് സ്റ്റോറേജ് സിസ്റ്റം. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം 15 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ എക്സ്പ്ലെയിൻ റേറ്റ് 0, റേറ്റ് 1, റേറ്റ് 5 9 മാർക്കിന്. ഓക്കെ, അപ്പോൾ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഒക്കെ. ഓക്കെ, ഹലോ, കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ ഈ പറയുന്നൊക്കെ? ഒന്ന് കമൻറ്റ് ചെയ്തേ. എനിക്കൊന്നും കേൾക്കുന്നില്ല ഫജറെ, എന്തെങ്കിലും പറയാണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. എനിക്കൊന്നും കേൾക്കുന്നില്ല.
ഹലോ മിസ്സേ. ഓക്കെ. ഹലോ 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 ഹലോ. എടാ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്നല്ല, എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും കേൾക്കുന്നില്ല എന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്ക്. ഓക്കെ, നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് കേൾക്കുന്നില്ല. ഓക്കെ, പിന്നെ അത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് അടുത്ത സപ്ലിൻ്റെത് ഉള്ളത്. Write down the features and key components of intelligent storage system. Intelligent storage system 2 വട്ടം ചോദിച്ചിട്ടുണ്ട്. What are the benefits provided by an intelligent storage system to an organization? ഓക്കെ, അപ്പം നമുക്ക് പറയാം കുറച്ചും കൂടി എന്താ റേറ്റിനെക്കാട്ടൊക്കെ കുറച്ചും കൂടി എന്താ പറയുക, ഇപ്പം തന്നെ പറഞ്ഞു നമ്മുടെ സ്റ്റോറേജ് പ്രൊവിഷനിങ് പറഞ്ഞു അല്ലേ. സ്റ്റോറേജ് പ്രൊവിഷനിങ് എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഹോസ്റ്റല് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് അവരുടെ റിക്വയർമെൻറ്റ്സ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ളൊരു സ്റ്റോറേജ് റിസോഴ്സ് അലോക്കേഷനാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇൻ്റലിജൻറ്റ് സ്റ്റോറേജ് സിസ്റ്റം. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ, ദെൻ ഡിഫറൻഷിയേറ്റ് സോഫ്റ്റ്വെയർ റൈഡ് ആൻഡ് ഹാർഡ്വെയർ റൈഡ്. നമ്മളത് പഠിച്ചു പോകുന്ന സമയത്ത് ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഫ്റ്റ്വെയർ റൈഡിൽ ഹാർഡ്വെയർ കൺട്രോളർ ഉണ്ടാവില്ല, ഹാർഡ്വെയർ റൈഡിൽ ഒരു ഹാർഡ്വെയർ കൺട്രോളർ ഉണ്ടാകും. സോഫ്റ്റ്വെയർ റൈഡ് ഹോസ്റ്റ് ബേസ്ഡ് ആണ്, ഹാർഡ്വെയർ ഡിപ്പെൻസ് ഓൺ ദ വേ എന്താ പറയുക സ്റ്റോറേജും ആയിട്ട് കണക്ട് ചെയ്യുന്നത്, ഇൻ്റർ കണക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അല്ലേ. ആൻഡ് ഹൗ ഈസ് പാരിറ്റി കാൽക്കുലേറ്റിംഗ് റൈഡ് അറിയാവുന്ന കാര്യമാണ്. ആൻഡ് എക്സ്പ്ലെയിൻ വേരിയസ് സ്റ്റേജസ് ഓഫ് ഇൻഫോർമേഷൻ ലൈഫ് സൈക്കിൾ. ഓക്കെ ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ മെയിനായിട്ട് റെയ്ഡും ISSും തന്നെയാണ് സെക്കൻഡ് മൊഡ്യൂളിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഡിസ്ക് ഡ്രൈവും ചോദിച്ചിട്ടുണ്ട്, ഡിസ്ക് ഡ്രൈവ് കമ്പോണൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നന്നായിട്ട് പഠിച്ചിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ. വളരെ ടോപ്പിക്കൊക്കെ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് തന്നെ എഴുതുക. തേർഡ് മൊഡ്യൂൾ മുതൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഇതുപോലെ എളുപ്പം പോവില്ല. കുറേ ഫ്രെയിം വർക്ക്സ് വരുന്നുണ്ട്, കുറേ ഫ്രെയിംസ്, അതുപോലെ തന്നെ കുറേ ടോപ്പിക്സ് അങ്ങനെ വരുന്നുണ്ട്, കൺഫ്യൂഷനാവും. ഓരോന്നിനും ഉണ്ട് ഫ്രെയിംസ്. ഓക്കെ, അപ്പം തേർഡ് മൊഡ്യൂൾ മുതൽ ശരിക്കും നമ്മുടെ ബാക്കി എവല്യൂഷൻ ഓഫ് സ്റ്റോറേജ് ആർക്കിടെക്ചർ റെയ്ഡ് മാത്രമേ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളൂ. റെയ്ഡ് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വരുന്നുണ്ട് DIS, SAN, NAS, IP SAN, ഇതൊക്കെ വരുന്നുണ്ട്. അത് തേർഡും ഫോർത്തും മൊഡ്യൂളിലാണ് ഇതൊക്കെ മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പല ഡിഫറെൻറ്റ് ഫ്രെയിംസ് വരുന്നുണ്ട്, ഓരോന്നിൻ്റെയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ കൺഫ്യൂസ്ഡും ആണ്, ടോപ്പിക്സ് ഒരുപാടുണ്ട്. ഓക്കെ, തേർഡ് ഫോർ ഇത്ര സിമ്പിൾ അല്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ. എളുപ്പമൊക്കെ തന്നെയാണ്, പക്ഷേ ഇത്രയ്ക്ക് സിമ്പിൾ അല്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ. ഭയങ്കരമായിട്ടുള്ള ഇതല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആൻഡ് 2 മൊഡ്യൂൾ എളുപ്പം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് നല്ല രീതിയിൽ പഠിക്കുക, അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി? ഇല്ല. എനിക്ക് കേൾക്കുന്നില്ല. ടൈപ്പ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഓക്കെ അപ്പം നാളെ അസൈൻമെൻ്റ് ഉണ്ടാവും കേട്ടോ. നാളെ നമുക്ക് അസൈൻമെൻ്റ് അവറിൽ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് എന്തായാലും അസൈൻമെൻ്റ് ഉണ്ടാവും. ഓക്കെ, ഇൻവേഴ്സ് കയറി നോക്കിയാൽ മതി, പബ്ലിഷ് ചെയ്ത് വെക്കാം. ഓക്കെ, സോ താങ്ക് യു.